കർഷക ദിനം PV വത്സല ഉദ്ഘാടനം ചെയ്തു. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങമൊന്ന് കാർഷിക ദിനം സമുചിതമായി ആഘോഷിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് പറ്റുമോ എന്നുള്ളത് 55% താഴെ ആണ് ഇന്ന് കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ ജനങ്ങൾ കാർഷിക മേഖലയിൽ ഉള്ളത് എന്നറിയാം. അത് വന്നിട്ടുള്ള പല നയ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ കൃഷി ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും? മണ്ണിനെ പൊന്നാക്കുന്നവരാണ് നമ്മുടെ കർഷകരെന്ന് നമുക്കറിയാം. കാർഷിക മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. കർഷകർ കാർഷിക മേഖലയിൽ നിൽക്കുന്നില്ല. കാരണം അവർക്ക് കാർഷിക മേഖലയിൽ ചെന്നാൽ വിളവിന് കൃത്യമായിട്ടുള്ള വില കിട്ടാത്ത സാഹചര്യം, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, രോഗങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ജില്ലാ ഹരിത മിത്ര അവാർഡ് ജേതാവ് വിൻസെന്റിനെയും MK നാരായണൻ നമ്പ്യാർ, TK ഉഷ, TV കൃഷ്ണൻ തുടങ്ങിയ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV സുരേഷ് ബാബു, M സതീശൻ മാസ്റ്റർ, വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ, കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പടന്നക്കാട് പാത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK സജീഷിൻ്റെ കാർഷിക സെമിനാർ അവതരണം നടന്നു. പൊതുവിഭാഗക്കാർക്കായി നാടൻപാട്ട് മത്സരവും LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാങ്കോൽ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.